ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം, ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡിന് സമീപം, ശ്രീകൃഷ്ണപുരം. ചന്ദ്രനും രചന നാരായണൻകുട്ടിയും ഇരുവരും ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. പഴയ കലോത്സവ ഓർമ്മകളുമായാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനും നടി രചന നാരായണൻകുട്ടിയും പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു ഇരുവരും. കലോത്സവത്തിന്റെ മീഡിയ റൂമും ട്രോഫി പവലിയനും ഇരുവരും സന്ദർശിച്ചു. ആരോഗ്യകരമായ മത്സരമാണ് കലോത്സവത്തിൽ ഉണ്ടാവേണ്ടതെന്ന് നടി ബീന ആർ ചന്ദ്രൻ പറഞ്ഞു. കലയില്ലാത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ലെന്നും ഇവിടെ നിശ്ചയിക്കപ്പെടുന്ന ഗ്രേഡുകളോ വിജയങ്ങളോ അല്ല കലയുടെ അളവുകോലെന്നും രചന നാരായണൻകുട്ടിയും മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. എനിക്കിത് പുതുമയല്ല. ഞാൻ കുറേ വർഷങ്ങളായിട്ട് അധ്യാപികയായ മുതലേ, പിന്നെ കുട്ടിക്കാലം മുതലേ ഞാൻ പാർട്ടിസിപ്പൻ്റായിട്ട് വരാറുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ എസ്കോട്ടിംഗ് ആയിട്ട്, ഇന്നിപ്പോൾ അതിഥിയായിട്ടാണ് വരുന്നത്. സന്തോഷം, ഒരുപാട് സന്തോഷം. അത് ആരോഗ്യപരമായ മത്സരം, കാണികൾ തരുന്ന കയ്യടി ആവണം നമ്മുടെ സമ്മാനം എന്ന് തന്നെ തീരുമാനിക്കണം. അല്ലാണ്ട് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അതൊന്നുമല്ല. 3 പേരിരുന്ന് നിർണ്ണയിക്കുന്നതല്ല നമ്മുടെ പ്രകടനത്തിൻ്റെ മികവ് എന്ന് പറയുന്നത്. കാണികൾ തരുന്ന കയ്യടിയാണ്, സപ്പോർട്ടാണ്. അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, കുട്ടികളുടെ സർഗവാസന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. കലയില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് കോവിഡ് വന്നപ്പോഴാണ്. ആ ഒരു സമയത്ത് കലയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ ഇത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ ലോകം അങ്ങനെയല്ലേ, മൊത്തത്തിൽ ലോകം അങ്ങനെയായി മാറിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു കുച്ചിപ്പുടി ഡാൻസറാണ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുച്ചിപ്പുടിക്ക് മത്സരിച്ച സമയത്ത് എനിക്ക് അന്ന് B ഗ്രേഡാണ് കിട്ടിയത്. പക്ഷേ ദാറ്റ് ഡിൻ ഡിഫൈൻ മീ. അവിടുന്ന് ഒരുപാട് നമ്മൾ യാത്ര ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ കുച്ചിപ്പുടി ആർട്ടിസ്റ്റ് എന്നറിയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതല്ല അതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. അപ്പോൾ ഇവിടുത്തെ ഗ്രേഡ്സും അല്ലെങ്കിൽ വിധി നിർണ്ണയമോ ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു ലക്കോ അതെല്ലാം അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാടുണ്ട് എന്നുള്ളതാണ് കല തെളിയിക്കുന്നത്.